അസ്സലാമലൈക്കും. ഈ പ്രത്യാശയുടെ അത്ഭുത ഗോപുരം ഒരു അത്ഭുത ഗോപുരം തന്നെ കേട്ടാ. ഒരുപാട് പഠിക്കാനുണ്ട്, പാഠങ്ങൾ പഠിക്കാനുണ്ട് ആ ബുക്കിൽ. സഹിഷ്ണുതയായിട്ട് എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ, ഒരുപാട് ക്ഷമയുള്ളവർക്ക് മാത്രമേ ശരിക്കും വായിച്ചെടുക്കാൻ പറ്റുള്ളൂ. നല്ല ക്ഷമിച്ച് മനസ്സിരുത്തി വായിക്കണം, മനസ്സിലാക്കിയും വേണം, എന്നാലേ ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഞാനിപ്പോൾ ആ ക്ലാസ്സിലാണ് പോയത്. ഞാനിപ്പോൾ ഡേ കെയറിന് വന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ യൂസ് അയക്കുന്നത്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും എന്തിലെങ്കിലും മുന്നോട്ട് പോകണമെന്നുള്ള പഠിപ്പിക്കുന്ന ബുക്കാണത്. ഒന്ന് ഞാൻ ഡേ കെയറിന് വരുന്ന സമയത്തേ ഈ ഓണസദ്യ ഉണ്ട് ഇവിടെ. അപ്പം അതിന് വീട്ടിൽ കുറച്ച് വാഴയുടെ ഇല മുറിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു 10-60 കഷ്ണം ഇല മുറിക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. വാഴ കുറച്ചൊക്കെ ഉണ്ടായി, 10 കൂട്ടം വാഴ ഉണ്ട്. അതിന് വാഴയുടെ ഇല ഇങ്ങനെ മുറിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടക്കിടക്ക് ഇങ്ങനെ വീഴും, എണീറ്റ് നിൽക്കും, വീണ്ടും ഒരാളെയും നോക്കില്ല. ഞാൻ തന്നെ എൻ്റെതായ ജോലി ഞാൻ ചെയ്യാണ്. അപ്പോൾ ഒക്കെ ആ ബുക്ക് വായിച്ചത് ഓർമ്മ വന്നു. എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും എല്ലാത്തിനും തരണം ചെയ്ത് നമ്മൾ മനസ്സ് ശരിയാക്കി എടുക്കുക. അത്ര പഠിക്കാനുണ്ടായില്ല. ഓക്കെ, ഞാനിപ്പോൾ ബഹളത്തിൻ്റെ ഇടയിൽ സംസാരിച്ചാന്നും കേൾക്കില്ല. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, ആ ബുക്ക് വായിച്ചതിലാണ് ഇപ്പം എനിക്ക് മനസ്സ് നല്ല ഒരു ഇതായിട്ട് വന്നിട്ടില്ല. ഒരു അത്ഭുത ഗോപുരം തന്നെയാണ് പ്രത്യാശയുടെ. എന്താ പറയാ, ആ ബുക്ക് ഞാൻ വായിച്ചില്ലെങ്കിലേ, ഇപ്പോൾ 59-60 വയസ്സായി എനിക്ക്. ആ ബുക്ക് ഞാൻ വായിച്ചില്ലെങ്കിൽ വലിയൊരു തീരാനഷ്ടം തന്നെ ആയിരുന്നു. എങ്ങനെയോ നമ്മൾ പരിചയപ്പെട്ട് ആ ബുക്ക് എനിക്ക് കിട്ടിയപ്പോഴാണ്, വായിച്ചു തുടങ്ങിയപ്പോഴാണ് ഒരു ഇത് വന്നത്. അതുവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യണോ എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. ആ ബുക്ക് കിട്ടിയപ്പോൾ പിന്നെ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നില്ല.